നമസ്കാരം. നിപ വൈറസ് ബാധയുടെ ഭീതിയിൽ നിൽക്കുന്ന മലപ്പുറം ജില്ലയ്ക്ക് എംപോക്സ് ആശങ്കയും. എംപോക്സ് ലക്ഷണങ്ങളോടെ ഒരാളെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാളുടെ സ്രവ സാമ്പിൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വൈറോളജി ലാബിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. രോഗലക്ഷണമുള്ള യുവാവ് നിരീക്ഷണത്തിൽ തുടരുകയാണ്. ഇന്നലെയാണ് വിദേശത്ത് നിന്നും എത്തിയ യുവാവിനെ രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രാജ്യത്ത് ആദ്യമായി എംപോക്സ് അഥവാ മങ്കി പോക്സ് സ്ഥിരീകരിച്ചതിന് പിന്നാലെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരാളെ രോഗലക്ഷണങ്ങളോടെ നിരീക്ഷണത്തിൽ ആക്കുന്നത്. ദുബായിൽ നിന്ന് ഒരാഴ്ച മുൻപ് നാട്ടിലെത്തിയ എടവണ്ണ സ്വദേശിയായ 38-കാരനാണ് ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത്. ഇന്നലെ രാവിലെയാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിലെ ത്വക്ക് രോഗ വിഭാഗം OPയിൽ എത്തിച്ചത്. പനിയും തൊലിപ്പുറത്ത് ചിക്കൻ പോക്സിന് സമാനമായ തടിപ്പുകളും കണ്ടതിനെ തുടർന്നാണ് നിരീക്ഷണത്തിലാക്കിയത്. എംപോക്സ് ആണെന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുൻകരുതൽ എന്നും പരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുകയാണെന്നും നിലവിൽ ആശങ്ക വേണ്ട എന്നും അധികൃതർ അറിയിച്ചു. നേരത്തെ വെസ്റ്റേൺ ആഫ്രിക്കയിൽ നിന്ന് എത്തിയ യുവാവിനും രോഗബാധ സ്ഥിരീകരിച്ചിരുന്നു. 2022 ജൂലൈ മുതൽ രാജ്യത്ത് സ്ഥിരീകരിച്ച 30ഓളം കേസുകൾക്ക് സമാനമായ ക്ലെയ്ഡ് 2 സ്ട്രെയിനിലുള്ള വൈറസാണ് രോഗിയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലും അയൽ രാജ്യങ്ങളിലും ക്ലെയ്ഡ് 1 വൈറസ് പടർന്നു പിടിച്ചതിനെ തുടർന്നാണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. മങ്കി പോക്സ് എന്ന് അറിയപ്പെട്ടിരുന്ന ഈ പകർച്ചവ്യാധിയുമായി ബന്ധപ്പെട്ട് 2 വർഷത്തിനിടെ രണ്ടാമത്തെ തവണയാണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. രോഗം പടർന്ന രാജ്യങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ അവലോകനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്റർനാഷണൽ ഹെൽത്ത് റെഗുലേഷൻസ് എമർജൻസി കമ്മിറ്റി നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ലോകാരോഗ്യ സംഘടനയുടെ നടപടി. ആഫ്രിക്കൻ രാജ്യമായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലും അയൽ രാജ്യങ്ങളിലും പടർന്നു പിടിച്ച പുതിയ ക്ലെയ്ഡ് 1B സ്ട്രെയിൻ കൂടുതൽ രാജ്യാന്തര ശ്രദ്ധ ആവശ്യപ്പെടുന്നുണ്ട് എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ലൈംഗികമായി കൂടി പകരുന്ന പുതിയ വകഭേദം പടർന്നു പിടിക്കുന്നത് ആരോഗ്യ വിദഗ്ധർക്കിടയിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ആഫ്രിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ പടർന്നു പിടിക്കുന്ന എംപോക്സ് ലോകത്തിനൊട്ടാകെ ഭീഷണിയാണെന്നും അതിനെ തടയുന്നതിനായി പ്രവർത്തിക്കണമെന്നും IHR എമർജൻസി കമ്മിറ്റി ആവശ്യപ്പെട്ടു. കോങ്കോയ്ക്ക് പുറമെ ബറുണ്ടി, കെനിയ, റുവാൻഡ, ഉഗാണ്ട തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് രോഗം പടർന്നു പിടിക്കുന്നത്. പുതിയ വൈറസ് സ്ട്രെയിൻ വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്നുണ്ടെന്ന് ലോകാരോഗ്യ സംഘടനയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിലാണ് ഈ രോഗം പ്രത്യക്ഷപ്പെട്ടത്. 2022 ജൂലൈ 14-ന് UAEയിൽ നിന്നും തിരുവനന്തപുരത്ത് എത്തിയ 35-കാരനിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയത്. ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കി രോഗബാധ തടയാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞു. പിന്നീട് രാജ്യത്തൊട്ടാകെ 27 കുരങ്ങുപനി അഥവാ എംപോക്സ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. H1N1, പോളിയോ വൈറസ്, സിക്ക വൈറസ്, എബോള വൈറസ്, COVID-19 എന്നിവയ്ക്കാണ് ഇതിനു മുൻപ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കും മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും രോഗം വ്യാപിക്കാമെങ്കിലും അടുത്ത് ഇടപഴകിയാൽ മാത്രമേ ഇത് പകരൂ. കോവിഡ് പോലെ വേഗത്തിൽ മഹാമാരിയായി പടരാനുള്ള സാധ്യത വിരളമാണെന്നും ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. ആശങ്ക വേണ്ട, ജാഗ്രത മതി എന്നുള്ള സംസ്ഥാന സർക്കാരിൻ്റെയും ആരോഗ്യ വകുപ്പിൻ്റെയും നിർദ്ദേശം തന്നെയാണ് ഇവിടെ പ്രാവർത്തികമാക്കേണ്ടത്. കൃത്യമായി അകലം പാലിക്കുക, സാമൂഹ്യ അകലം നിർബന്ധമായി പാലിക്കുക, മാസ്കുകൾ ധരിക്കുക, അതുപോലെ തന്നെ രോഗിയുമായി അടുത്ത് ഇടപഴകാൻ സാധ്യതയുള്ള ആളുകൾ നിരീക്ഷണത്തിൽ പോവുക തുടങ്ങിയ കാര്യങ്ങളാണ് ആരോഗ്യ വകുപ്പ് ആവശ്യപ്പെടുന്നത്. ഇത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പടർന്നു പിടിക്കാനുള്ള സാധ്യത കുറവായതുകൊണ്ട് അത്ര ഭയപ്പെടാനില്ല എന്ന് തന്നെയാണ് ആരോഗ്യ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. പക്ഷേ ഏതാണ്ട് 9% ഇത്തരത്തിൽ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് അടുത്ത് ഇടപഴകിയാൽ ഇത് പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും പറയുന്നു. നിപ വൈറസ് ബാധ ആശങ്ക സൃഷ്ടിച്ചു എങ്കിലും അതിപ്പോൾ നിയന്ത്രണ വിധേയമാണ് എന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെയാണ് എംപോക്സിൻ്റെ കാര്യവും. ഇപ്പോൾ ഒരാളിൽ രോഗലക്ഷണങ്ങൾ കണ്ടു എന്നേ ഉള്ളൂ. രോഗം അതാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. സ്ഥിരീകരിച്ച ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കും എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്.